ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും നമ്മൾ ചെയ്തിട്ടില്ല. പ്രൈസ് ആണെങ്കിൽ അഫോർഡബിൾ ആണ്. ഹായ്, പെർഫ്യൂം ഇൻഡസ്ട്രി തീർച്ചയായിട്ടും ലക്ഷറി കാറ്റഗറി പെട്ടതാണെന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടി അഫോർഡബിൾ ആക്കി എങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. അതിന് ഭാഗമായിട്ട് നമ്മൾ 50 ml കൊടുത്തു തുടങ്ങിയത് 500 and 550 റുപ്പീസിനാണ്. അപ്പം ഇത്ര കുറഞ്ഞ റേറ്റിന് ക്വാളിറ്റി ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ട് പൊതുവെ എല്ലാവർക്കും ഉണ്ട്. കാരണം മറ്റുള്ള ബ്രാൻഡുകൾ 1000-നും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 800 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത്ര കുറഞ്ഞ റേറ്റിന് കൊടുക്കുക എന്നുള്ളതിനുള്ള 4 കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ 50 ml ബോട്ടിലിന് ചാർജ് വരുന്നത് 50 റുപ്പീസ് മാത്രമാണ്. മറ്റുള്ള ബോട്ടിലുകൾക്ക് ഏറ്റവും കുറഞ്ഞത് 130 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരാൾക്ക് പേഴ്സണൽ യൂസിന് ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആരും പ്രിഫർ ചെയ്യില്ല. പക്ഷെ അതിന് വേണ്ടി നമ്മളിത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽ അവൈലബിൾ ആണ്. ഇത് പേഴ്സണൽ യൂസിന് നടക്കും. അതുപോലെ തന്നെ 8 ml ബോട്ടിലും അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം പാക്കിംഗ്. എങ്ങനെ ചുരുക്കി വെച്ച് കഴിഞ്ഞാൽ 60-70 റുപ്പീസ് വരുന്ന റിജിഡ് ബോക്സിന് പകരം അതിന് നേരെ പകുതി റേറ്റ് വരുന്ന കാർട്ടൺ കർഗേറ്റഡ് ബോക്സിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തേർഡ് വൺ, നമ്മൾ ഇവിടെ റെന്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മീൻസ് നമ്മളിവിടെ പെർഫ്യൂം ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, ഗാർമെന്റ്സ് ഉണ്ട്, ജെൻസും ഉണ്ട്, ലേഡീസും ഉണ്ട്. ഇത് റെന്റൽ സ്പ്ലിറ്റ് ആവും. ഫോർത്ത് വൺ, ദ വെബ്സൈറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ മൈസെൽഫ്. ഇവിടെ വേറൊരു തേർഡ് പാർട്ടിനെ കൊടുത്തിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അതിനൊരു എക്സ്പെൻഡിച്ചറും കസ്റ്റമേഴ്സിന് അടുത്ത് മേടിക്കാതെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു. അതിന്റെ ഡിസ്പാച്ച് ആയാലും അതിന്റെ മോഡറേഷൻ ആയാലും അതിന്റെ അപ്ഡേറ്റ്സ് ആയാലും ഒക്കെ തന്നെ ഞാൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. അപ്പൊ അവിടെയും നമുക്ക് എക്സ്പെൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് 500, 550 മുതൽ 50 ml 8 ml 100 റുപ്പീസിനും അതിന്റെ താഴെയും അവൈലബിൾ ആണ്. എല്ലാവരും യൂസ് ചെയ്യട്ടെ. Let the smell spreads.